ഭൂമിയിൽ ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട്. അവരുടെ ഈ മൗലിക അവകാശത്തെയാണ് ശരിക്കും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട്. ഭൂമിയിലുള്ള പൂമ്പാറ്റയ്ക്കും പുൽക്കൊടിക്കും പ്രകൃതിയിലുള്ള മരങ്ങൾക്കും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഭൂമിയിൽ അവകാശമുണ്ട്. നമ്മൾ അതിനെ ഈ അവകാശത്തേക്ക് നിഷേധിച്ച് ഏതെങ്കിലും ഒരു കൂട്ടരുടെ മാത്രം കുത്തക സ്വത്ത് എന്നുള്ള നിലയിലേക്ക് ഈ ഭൂമിയെ മാറ്റി നടത്താണ് ശരിക്കും ഈ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമം നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരളം മോഡൽ എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമത്തെയാണ്. മറ്റ് സ്റ്റേറ്റിൽ നടപ്പിലാക്കാത്ത ഒരു നിയമം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിയത് ഭൂപരിഷ്കരണമാണ്. പക്ഷേ ഈ ഭൂപരിഷ്കരണമാണ് ശരിക്കും മുഴുവൻ ആളുകളെയും ഭൂരഹിതരാക്കി മാറ്റുന്നത് എന്നുള്ളതാണെന്ന് ശരിക്കും നമ്മൾ തിരിച്ചറിയണം. പാരമ്പര്യമായിട്ട് ആദിവാസികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ശരിക്കും എവിടുന്നെങ്കിലും കുടിയേറി വന്നിട്ട് ഒരു സ്ഥലത്ത് പോയി ഭൂമി കയ്യേറി അവിടെ താമസിക്കുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗങ്ങളല്ല. പാരമ്പര്യമായിട്ട് പ്രകൃതിയോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രദേശത്ത് അവിടെ അവരുണ്ടാവുകയും അവരുടെ തലമുറയായിട്ട് അവിടെ തന്നെ നിരന്തരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ പട്ടയത്തിൻ്റെ വ്യവസ്ഥ കൊണ്ടുവന്ന സമയത്ത് ആദിവാസികൾക്ക് മാത്രം പട്ടയം കൊടുത്തില്ല ഗവൺമെൻറ്. ആ സമയത്ത് ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാത്തതിൻ്റെ ഒരു റീസൺ പറഞ്ഞത് ആദിവാസികൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതുകൊണ്ട് ആദിവാസികൾക്ക് പട്ടയം കൊടുത്താൽ അവരത് നിസ്സാര പൈസയ്ക്ക് വിറ്റ് കളയും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് കയ്യേറി പിടിക്കും. അതുകൊണ്ടാണ് ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതെ ഇരിക്കുന്നത് എന്ന് പറയുകയും മറ്റുള്ള ആളുകൾക്ക് അതേ സമയത്ത് പട്ടയം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്തപ്പ് നയം ഈ ഭൂപരിഷ്കരണത്തിലൂടെ ഗവൺമെൻറ് അന്ന് ശരിക്കും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ ഈ ജനവിഭാഗങ്ങളെ ഈ ഭൂപരിഷ്കരണത്തിൻ്റെ അകത്തേക്കേ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ ശരിക്കും ഈ നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറത്തുള്ള ആളുകളാണ്. അതിൻ്റെ ഭാഗമാകാനേ ഈ ആളുകളെ ഒരു കാലത്തും അനുവദിച്ചിട്ടില്ല, ഇപ്പോഴും അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ നിരന്തരമായിട്ട് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരം ചെയ്യേണ്ടി വരുന്നത് പോലും. ഗവൺമെൻറ് എപ്പോഴും ഈ ആളുകളെ മനുഷ്യരാണെന്ന് പരിഗണിക്കുന്ന ഒരു തലത്തിലേക്ക് ശരിക്കും വന്നിട്ടില്ല. മനുഷ്യരാണെങ്കിലാണ് സാധാരണ മനുഷ്യർ ഇവിടെ വേണ്ട പ്രാഥമിക എല്ലാ സൗകര്യങ്ങളും ഈ മനുഷ്യർക്കും കൊടുക്കേണ്ടതുള്ളൂ. ഇവരെ മനുഷ്യരായിട്ട് പരിഗണിക്കാത്തത് കൊണ്ട് അവർക്ക് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലയിലേക്കാണ് ശരിക്കും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ സമര രംഗത്തേക്ക് വരുന്നത് ഭൂമിയിൽ കയറിയുള്ള കുടിൽക്കട്ടൽ സമരം നടത്തുന്നത് ശരിക്കും 1989 എൻ്റെ ആദ്യത്തെ ഭൂമിയിൽ കയറിയുള്ള ഒരു കുടിൽക്കട്ടൽ സമരം ആരംഭിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നിരന്തരമായിട്ടുള്ള കുടിൽക്കട്ടൽ സമരമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാൾ ഗൗരിയമ്മയായിരുന്നു. ശരിക്കും ഗൗരിയമ്മ ഇപ്പോൾ മരിച്ചുപോയി. ഗൗരിയമ്മയായിട്ട് ഇപ്പോൾ ഞാൻ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ ഇഷ്ടപ്പെട്ട ഏക ഒരു വ്യക്തിയായിരുന്നു ഗൗരിയമ്മ. ഗൗരിയമ്മയായിട്ട് ഒരു സ്വന്തം അമ്മ മക്കൾ ബന്ധം എന്നുള്ള ആ രീതിയിലുള്ള ഒരു ബന്ധം നിലനിന്നു. ഗൗരിയമ്മ പറഞ്ഞത് ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന സമയത്ത് ഇൻഡിവിജ്വൽ വ്യക്തിക്ക് 15 ഏക്കർ ഭൂമി എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളും അവരുടെ മക്കളും മക്കളുടെ മക്കൾക്കും ഒക്കെ ഓരോ വ്യക്തിക്ക് 15 ഏക്കർ കൊടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന ഭൂമി തൊഴുത്തിലുണ്ടായിരുന്ന പശുവിൻ്റെ പേര് പാർവതി എന്നിട്ടിട്ട് അതിന് 15 ഏക്കറും, കൂട്ടിലുണ്ടായിരുന്ന പട്ടിയുടെ പേര് ടോമി എന്നിട്ടിട്ട് അതിൻ്റെ പേരിലേക്ക് 15 ഏക്കറും, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ ഭൂരഹിത മനുഷ്യരെ അതിനകത്ത് ഈ ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ അറിയുന്നത്. ഭൂമിയുടെ കാര്യത്തിലും ഈ ആളുകൾക്ക് എപ്പോഴും അയിത്തവും അകൽച്ചയും മാറ്റി നിർത്തലും ഒക്കെ ആദ്യം തൊട്ടേ അനുഭവിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ രേഖകൾ കൊടുക്കാതെ നിന്നിട്ടുള്ള ഭൂമിയിൽ അവസാനം ഭൂപരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ആദ്യം രേഖകളില്ലാത്ത ഭൂമി മിച്ച ഭൂമിയായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് അതിനകത്ത് വെച്ച ഒരു വ്യവസ്ഥ. അപ്പോൾ ആദിവാസികൾക്ക് രേഖ കൊടുക്കാത്തതുകൊണ്ട് ആദിവാസികളുടെ മുഴുവൻ ഭൂമിയും ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും അവസാനം ഇവരെ പൂർണ്ണമായിട്ടും ഭൂരഹിതരാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് 75 നിയമത്തിലൂടെ നമുക്കത് വളരെ കൃത്യമായിട്ട് അതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എന്നിട്ട് അവസാനം അവരുടെ ഒരു ഔദാര്യം പോലെ 5 സെന്റ്
വേണമെങ്കിൽ തരാം എന്ന്, അത് കുടികിടപ്പ് അവകാശം എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഭൂമി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ. മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള മനുഷ്യർക്കും കൊടുക്കാൻ ഭൂമിയുണ്ട്. അതിൽ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആദിവാസിയോ ദളിതോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഈ പ്രകൃതിയിൽ പിറവിയെടുത്ത എല്ലാ മനുഷ്യർക്കും